മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ BS6 മുള്ള ആക്റ്റീവ 125 ആണ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് വന്നേർന്നതാണ്. വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നതാണ്. ആ കംപ്ലയിൻറ്റ് കാണിക്കാൻ കാരണം ബെൽറ്റ് പൊട്ടിപ്പോയർന്നതാണ്. അപ്പോൾ ബെൽറ്റ് നമ്മൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഈ ബെൽറ്റ് ഈ രീതിയിൽ പൊട്ടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ക്ലച്ച് പുള്ളിക്ക് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. നമ്മളത് കൃത്യമായിട്ട് അതിൻ്റെ മുമ്പ് സർവീസ് വീഡിയോ എടുത്തപ്പോൾ ആ കൂട്ടത്തിൽ കൃത്യമായിട്ട് അത് ഇൻഫോം ചെയ്തതാണ്. അപ്പോൾ നിലവിൽ അത്യാവശ്യം വേണ്ട വർക്കുകൾ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ പറഞ്ഞേക്കണ കംപ്ലയിൻറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒന്ന് നമുക്ക് അതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ടൈറ്റ് ആയിരുന്നു. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ 2 കേബിൾ ആ കേബിളുകൾ നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 ബ്രേക്ക് ലൈനർ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ബ്രേക്ക് ലൈനറുകൾ മാറ്റിയിട്ടുണ്ട്. ഹെഡിൻ്റെ സൈഡ് ലീക്ക് ഉണ്ടായിരുന്നു, അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്രേക്കിൻ്റെ ലിവർ മാറ്റിയിട്ടുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷേ വണ്ടിക്ക് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കംപ്ലയിൻറ്റുകളുണ്ട്. ക്ലച്ചിനകത്ത് വന്നാൽ ബെൽറ്റ് വർക്ക് ചെയ്യുന്ന ക്ലച്ചിൻ്റെ പുള്ളി ഫുള്ള് ഡാമേജാണ്, മൊത്തത്തിൽ പോയി കിടക്കാം. നമ്മളതിൻ്റെ മുമ്പിലത്തെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനകത്ത് കാണുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ട് അത് എത്രത്തോളം തേയ്മാനം വന്നിട്ടുണ്ട്. ആ രീതിയിൽ ഉപയോഗിച്ചാൽ എന്തൊക്കെ കംപ്ലയിൻറ്റ് വരുമെന്നുള്ള ദിവസം ഊഹിക്കാമെന്നുള്ളൂ. നിലവിലിപ്പോൾ നമ്മൾ ബെൽറ്റ് മാറ്റിയിട്ടുണ്ട്. ആ ബെൽറ്റ് എപ്പോൾ പൊട്ടിപ്പോകുന്നു നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. കാരണം ആ പുള്ളി അത്രയ്ക്കും കംപ്ലയിൻ്റാണ്, അത്രയ്ക്കും ഓവലാണ് അതിൻ്റെ പിന്നുകൾ. അപ്പോൾ അത് മാറ്റിയിടാതെ കൊണ്ട് നമ്മൾ ഓടിക്കുമ്പോൾ എപ്പോഴായാലും അത് ഓൾറെഡി ഡാമേജിലേക്ക് പോകും. പെട്ടെന്ന് തന്നെ ഒരു പക്ഷേ ബെൽറ്റ് പൊട്ടിയേക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല, മുൻകൂട്ടി അറിയിച്ചില്ല എന്നുള്ള രീതിയിൽ പറയരുത്. ഓൾറെഡി നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ വരാൻ പോകുന്ന കംപ്ലയിൻറ്റുകൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ നമ്മളോട് മാറ്റണ്ടെന്ന് പറഞ്ഞ പ്രകാരം നമ്മൾ മാറ്റാതെ അതേ രീതിയിൽ സെറ്റ് ചെയ്തതാണ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ എയർ ഫിൽട്ടർ പ്ലഗ് അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കാണ്. മൈലേജൊക്കെ വളരെ ഷോർട്ടാവുന്ന കംപ്ലയിൻറ്റ് വരുന്ന ഒരു കാരണം അതാണ്. അപ്പോൾ നിലവിൽ അതും മാറ്റണ്ടെന്ന് പറഞ്ഞ പ്രകാരം മാറ്റിയിട്ടില്ല. എൻജിൻ ഓയിൽ മാറ്റണ്ടെന്ന് പറഞ്ഞ പ്രകാരം എൻജിൻ ഓയിലും മാറ്റിയിട്ടില്ല. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, മീറ്റർ കംപ്ലയിൻ്റ് ഉണ്ട്. 41,000 കിലോമീറ്റർ ഓടിയാണ്. ഹെഡ് ഡീകാർബണൈസിങ് ചെയ്യേണ്ട കിലോമീറ്ററൊക്കെ ഓൾറെഡി കഴിഞ്ഞാണ് കിടക്കണേ. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളോട് ചെയ്യേണ്ട, നമ്മൾ ആകെ കൂടി പറഞ്ഞേക്കണ വർക്കുകൾ ഈ കേസ് മാത്രം ചെയ്താൽ മതി എന്നും പറഞ്ഞ പ്രകാരം നമ്മൾ ആ വർക്ക് മാത്രമാണ് ചെയ്തേക്കുന്നത്. കാരണം നമ്മളിപ്പോൾ കൃത്യമായിട്ട് പറയാൻ കാരണം വെച്ചാൽ പിന്നീട് ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഭാഗത്ത് ഫാൾട്ട് വരാൻ പാടില്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ചെയ്യാൻ പറഞ്ഞ വർക്കിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഫസ്റ്റ് നമ്മൾ അയച്ചു കൊടുത്തതാണ്. അതും പ്രകാരം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ പ്രകാരം നമ്മൾ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ മാത്രമാണ് പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ആ വർക്കാണ് ചെയ്തേക്കണം. അപ്പോൾ അത്രയും ഭാഗം ബാക്കിയത്തെ ഡാമേജ് ആയിട്ടുള്ള പാർട്സ് വെച്ചിട്ടാണ് വണ്ടി ഓടണേ. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻറ്റ് വരാം. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻറ്റ് പ്രതീക്ഷിക്കാം. ഈ ബെൽറ്റും എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാവുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലച്ച് പുള്ളി ആ രീതിയിലാണ് കിടക്കണേ കേട്ടോ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയേക്കണതാണ്. അപ്പോൾ നമ്മളോട് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ പ്രകാരമാണ് നമ്മളത് ഒഴിവാക്കിയേക്കണേ. ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബില്ലും ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. അറ്റ്ലീസ്റ്റ് നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ പോലും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. ബില്ല് കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് അയച്ചേക്കാം കേട്ടോ. ഓക്കെ.